ഗുഡ് ആഫ്റ്റർനൂൺ ടീച്ചേഴ്സ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇമ്പറേറ്റീവ്സിനെ കുറിച്ചും കൺജങ്ഷനെ കുറിച്ചും ഇൻ്റർജങ്ഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ടീച്ചേഴ്സിന് എല്ലാവർക്കും അത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ നൗ ലെറ്റ് us ഡിസ്കസ് ലെസൺ 24, ദ സെൻറ്റൻസ്. വാട്ട് ഈസ് സെൻറ്റൻസ്? സോ എന്താണ് സെൻറ്റൻസ്? സെൻറ്റൻസിനെ കുറിച്ചിട്ടാണ് മിസ് ഇന്ന് പറയാൻ പോകുന്നത്. എ സെൻറ്റൻസ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് makes complete sense. So a sentence, what is the importance of a sentence? നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമ്മ്യൂണിക്കേഷനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ സെൻറ്റൻസ് എന്താണ്? സെൻറ്റൻസ്, അതിൻ്റെ യൂസേജ്. വാട്ട് ഈസ് ദി യൂസേജ് ഓഫ് സെൻറ്റൻസ്? A sentence is a group of words. We can define the sentence as a group of words that makes complete sense. So the sentence, it makes a complete sense. അതായത് ഒരു സെൻറ്റൻസ് അതൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസ്, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ചോ പ്രവൃത്തിയെക്കുറിച്ചിട്ടോ നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സെൻസ് അല്ലെങ്കിൽ അതിനെക്കുറിച്ചുള്ളൊരു ഓവറോൾ ഐഡിയ തരാൻ പറ്റുന്ന എന്തിനും നമുക്ക് സെൻറ്റൻസസ് എന്ന് വിളിക്കാം. ഇപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, ഇബ്രാഹിം ലീവ്സ് നിയർ ദ കോളേജ്, ലില്ലി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ. ഈ രണ്ട് സെൻറ്റൻസ് നോക്കുകയാണെങ്കിൽ നമുക്ക് ഈ രണ്ട് സെൻറ്റൻസും ഉണ്ടാകും ഒരു കംപ്ലീറ്റ് സെൻസ്. ഇബ്രാഹിം ലീവ്സ് നിയർ ദ കോളേജ്, ഇബ്രാഹിം കോളേജിൻ്റെ അടുത്താണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ അവരുടെ വീട് അവിടെയാണെന്നാണ് പറയുന്നത്. ലില്ലി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ, ലില്ലി എന്ന് പറയുന്നത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പെൺകുട്ടിയാണെന്ന് പറയുന്നു. ഇനി അടുത്ത സെൻറ്റൻസ്, നെക്സ്റ്റ് വി ആർ ഡിസ്കസിങ് ആൻ അനദർ എക്സാമ്പിൾ. ഡോക്ടർ ഈസ് റെയിൻ, എ തീം ഇമ്മീഡിയറ്റ്ലി ഗുഡ്. ഡോക്ടർ ഈസ് റെയിൻ, എ തീം ഈസ് ഇമ്മീഡിയറ്റ്ലി ഗുഡ്. പ്രിൻസിപ്പൽ ഗോ മാപ്പ് ഇൻ ലാംഗ്വേജ്. സോ ഈ രണ്ട് സെൻറ്റൻസ് വായിക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുന്നത്? ഒരു സെൻസും കിട്ടുന്നില്ല. നമുക്ക് അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നുമായിട്ട് കണക്ട് ചെയ്യാനോ ഒന്നിനും പറ്റുന്നില്ല. എന്താ ഉദ്ദേശിക്കുന്നത്? ഇത്തരത്തിൽ ഇങ്ങനെ സെൻസൊന്നും ഇല്ലാത്ത മീനിങ്ലെസ് ആയിട്ടുള്ള സെൻറ്റൻസസിനെ ഒരിക്കലും നമുക്ക് സെൻറ്റൻസ് എന്ന് വിളിക്കാൻ പറ്റില്ല. സോ വി ക്യാൻ ഡിഫൈൻ സെൻറ്റൻസ് ആസ് എ ഗ്രൂപ്പ് ഓഫ് വേർഡ്സ് ദാറ്റ് മേക്ക് എ കംപ്ലീറ്റ് സെൻസ്. ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള സെൻസ് തരാൻ പറ്റുന്നതിനെ സെൻറ്റൻസസ് എന്ന് നമുക്ക് വിളിക്കാം. എ ഗുഡ് സെൻറ്റൻസ് ഷുഡ് ഫോളോ എ പ്രോപ്പർ വേർഡ് ഓർഡർ. സോ എ ഗുഡ് സെൻറ്റൻസ് അല്ലെങ്കിൽ ഒരു ഗുഡ് സെൻറ്റൻസ് ഷുഡ് മസ്റ്റായിട്ട് ഫോളോ ചെയ്തിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രോപ്പർ വേർഡ് ഓർഡർ ആയിരിക്കും. വേർഡ് ഓർഡർ കറക്റ്റായി ഫോളോ ചെയ്തിരിക്കും നല്ല സെൻറ്റൻസസ്. ഇപ്പോൾ നമ്മൾ ഡോക്ടർ ഈസ് റെയിൻ, എ തീം ഇമ്മീഡിയറ്റ്ലി ഗുഡ് എന്ന് പറയുമ്പോൾ അവിടെ എന്തെങ്കിലും ഒരു വേർഡിൻ്റെയോ സെൻറ്റൻസിൻ്റെയോ ഓർഡറോ നമുക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ഇല്ല. കാരണം ആ സെൻറ്റൻസ് ഒരു സെൻസും തരുന്നില്ല, അല്ലെങ്കിൽ അതൊരു തരത്തിലുള്ള ഐഡിയ നമുക്ക് തരാത്തതുകൊണ്ട് അതൊരു കറക്റ്റ് വേർഡ് ഓർഡർ മേക്ക് ചെയ്തൊരു സെൻറ്റൻസാണെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് ലില്ലി ഈസ് എ ബ്യൂട്ടിഫുൾ ഗേൾ എന്ന് പറയുമ്പോൾ തന്നെ ഇറ്റ്സ് മേക്ക് എ എക്സാക്ട് എക്സാമ്പിൾ ഓഫ് എ സെൻറ്റൻസ്. സോ വി ക്യാൻ സേ ദാറ്റ് ഇറ്റ്സ് ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ എ സെൻറ്റൻസ്. So next is types of sentence. There are different types of sentences. We can classify that sentences are 4 types. There are 4 types of sentences. So the first one is statement. So we can categorize sentences as 4 types. First is statement. A sentence that declares or assert a fact or an opinion is called statement. അതായത് സ്റ്റേറ്റ്മെൻറ്റ്, പ്രസ്താവനകൾ. A sentence that declares or assert or a fact or an opinion is called statement. ഇത്തരത്തിലുള്ള സെൻറ്റൻസ് ഒരു ഫാക്റ്റോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനോ അസേർട്ട് ചെയ്യുക അല്ലെങ്കിൽ വിലയിരുത്തുകയോ ചെയ്യുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസസുകളെ നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് എന്നാണ് വിളിക്കുന്നത്. അതായത് സെൻറ്റൻസസിനെ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് പറയുന്നത് സ്റ്റേറ്റ്മെൻറ്റ് ഓർഡറുകളെ പറ്റിയിട്ടാണ്. ഈ സെൻറ്റൻസ് ദാറ്റ് ഡിക്ലെയർസ് ഓർ അസേർട്ട് എ ഫാക്റ്റ് ഓർ ഒപ്പീനിയൻ ഈസ് കോൾഡ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് ഒരു ഫാക്റ്റോ അല്ലെങ്കിൽ ഒരു ഒപ്പീനിയനോ അത് അസേർട്ട് ചെയ്യുക മീൻസ് വിലയിരുത്താൻ വേണ്ടി ഉപയോഗിക്കുന്ന ഇത്തരത്തിലുള്ള സെൻറ്റൻസസിനെ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസസ് എന്നാണ് പറയുന്നത്. A statement can be affirmative or negative. ഒരു സ്റ്റേറ്റ്മെൻറ്റ് മേ ബി കറക്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ പോസിറ്റീവ് ആയിരിക്കാം, നെഗറ്റീവ് ആയിരിക്കാം. അത്തരത്തിൽ രണ്ട് രീതി. ഇറ്റ്സ് ഓൾസോ കോൾഡ് ഡിക്ലറേറ്റീവ് ഓർ അസേർട്ടീവ്.
മേ ബി ഒരു ഡിക്ലറേഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അസേർട്ടീവ് ആയിരിക്കാം. ഇറ്റ് ഹാസ് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദ എൻഡ്. അതിൻ്റെ ഒരു അടുത്തൊരു ഫീച്ചർ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഹാസ് എ ഫുൾ സ്റ്റോപ്പ് അറ്റ് ദ എൻഡ്. അതിനൊരു ഫുൾ സ്റ്റോപ്പോട് കൂടിയാണ് ആ സെൻറ്റൻസ് അവിടെ അവസാനിക്കുക. മൈ ഫാദർ ഹാസ് ഗോൺ ടു മദ്രാസ്. മൈ ഫാദർ ഹാസ് ഗോൺ ടു മദ്രാസ്. ഐ ലൈക്ക് ദിസ് കോളേജ് വെരി മച്ച്. ഇപ്പോൾ ഈ സെൻറ്റൻസ് മീൻസ് ഇറ്റ്സ് എ ഒപ്പീനിയൻ. ഐ ലൈക്ക് ദിസ് കോളേജ് വെരി മച്ച്, അത് ഒരു ഒപ്പീനിയനാണ്. ഐ ലൈക്ക് ദിസ് കോളേജ് വെരി മച്ച്. കാരണം മേ ബി ഒപ്പീനിയൻ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു സത്യമായിട്ടുള്ള കാര്യമായിരിക്കാം. അങ്ങനെ അത്തരത്തിലുള്ള സെൻറ്റൻസുകളെയാണ് നമ്മൾ സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസസ് എന്ന് പറയുന്നത്. ഐ തിങ്ക് യു ക്യാൻ ഫോളോ മീ. ദ നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ സെൻറ്റൻസസ്. ഇനി അടുത്ത ടൈപ്പ് ഓഫ് സെൻറ്റൻസസിൽ പറയുന്നതാണ് ക്വസ്റ്റ്യൻസ്. സെൻറ്റൻസസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ഓർ ക്വസ്റ്റ്യൻസ്. നമ്മൾ ഇൻട്രോഗേറ്റീവ് ഇതൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട് കേട്ടോ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. സെൻറ്റൻസസ് ദാറ്റ് ആസ്ക് ക്വസ്റ്റ്യൻസ് ആർ കോൾഡ് ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് ഓർ ക്വസ്റ്റ്യൻസ്. അതായത് ക്വസ്റ്റ്യൻ രൂപേണ ചോദിക്കുന്ന സെൻറ്റൻസസുകളെ ഇൻട്രോഗേറ്റീവ് സെൻറ്റൻസസ് അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസ് എന്നാണ് വിളിക്കുന്നത്. ഇൻട്രോഗേറ്റീവ് മീൻസ് ക്വസ്റ്റ്യൻ ചെയ്യുക, അല്ലെങ്കിൽ ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളതിനാണ് പറയുന്നത്. ദേ ഹാവ് ക്വസ്റ്റ്യൻസ് മേക്ക് അറ്റ് ദ എൻഡ്. അതായത് നമ്മളിപ്പോൾ ഫസ്റ്റ് തന്നെ ഇവിടെ സ്റ്റേറ്റ്മെൻറ്റിൽ നമ്മൾ ഒരു സെൻറ്റൻസ് തുടങ്ങി ലാസ്റ്റ് വരെ ഒരു ഫുൾ സ്റ്റോപ്പിലാണ് എൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ദേ ഹാവ് ക്വസ്റ്റ്യൻ മാർക്സ് അറ്റ് ദി എൻഡ്. അവിടെ ക്വസ്റ്റ്യൻ മാർക്കായിരിക്കും അറ്റ് ദി എൻഡ് ഉണ്ടാവുമായിരിക്കുക. ഇപ്പോൾ നോക്കൂ, ഒരു എക്സാമ്പിൾ പറയാന്ന് വെച്ചാൽ വേർ ഹാസ് ഹി ഗോൺ. അവൻ എങ്ങോട്ടാണ് പോകുന്നത്? വേർ ഹാസ് ഹി ഗോൺ, അയാൾ എങ്ങോട്ടാണ് പോകുന്നത്? ഹാസ് സിമി റിട്ടേൺ ദ ബുക്ക്. അപ്പോൾ അറ്റ് ദ എൻഡ് അവിടെ ഒരു ക്വസ്റ്റ്യൻ മാർക്കിലായിരിക്കും ആ ഒരു സെൻറ്റൻസ് അവിടെ അവസാനിക്കുക. വി ക്യാൻ മേക്ക് ക്വസ്റ്റ്യൻസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ബൈ യൂസിങ്. നമുക്ക് ഈ ക്വസ്റ്റ്യൻസ് എന്നുള്ളത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരുപാട് രീതികളിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യാം. നിങ്ങൾക്കറിയാലോ, വി ക്യാൻ മേക്ക് ക്വസ്റ്റ്യൻസ് ഇൻ ഡിഫറെൻറ്റ് വേയ്സ് ബൈ യൂസിങ്. We can make questions in different ways by using who, whom, whose, what, which, why, where, when, how. അപ്പോൾ യൂസ് ചെയ്യുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഹൂ, ഹൂം, വാട്ട്, വിച്ച്, വൈ, വെയർ, വെൻ, ഹൗ. ഈ പാറ്റേൺ ഇത് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ സെൻറ്റൻസസ് മേക്ക് ചെയ്യുന്നത്. ദേ ആർ കോൾഡ് WH ക്വസ്റ്റ്യൻസ്. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും 5 W'സും ഒരു H'ും ചേർന്നാൽ WH. അതായത് ഒരു ന്യൂസ്, ഇപ്പോൾ ഇതൊരു ജനറൽ ഇൻഫർമേഷൻ ആണ് കേട്ടോ. അതായത് ഒരു ന്യൂസ് എന്ന് പറയുന്നത് 5 W'സും ഒരു H'ും ചേർന്നതാണെന്ന് പറയാറുണ്ട്, ജനറലി പറയാറുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള സെൻറ്റൻസസ് മേക്ക് ചെയ്യുക. അപ്പോൾ ഒരു ന്യൂസിൻ്റെ ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു ന്യൂസ് പീസോ എന്തെങ്കിലും എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ നമ്മൾ ഫസ്റ്റ് റീഡ് ചെയ്യുകയാണെങ്കിൽ തന്നെ അതിൽ വാട്ട്, വൈ, ഹൗ, വേർ എന്നൊക്കെയുള്ള സംഭവങ്ങൾ മൊത്തം ഉണ്ടായിരിക്കും. അപ്പോൾ 5 W'സും ഒരു H'ും, അത് ജനറൽ ഇൻഫർമേഷൻ ആട്ടോ, ഇതുമായിട്ട് കണക്ട് ചെയ്യാൻ വരുന്നത്. അപ്പോൾ ദേ ആർ ഓൾസോ കോൾഡ് WH ക്വസ്റ്റ്യൻസ്. WH ക്വസ്റ്റ്യൻസ് എന്നും ഇതിനെ വിളിക്കാറുണ്ട്. സോ അനദർ വേ ഓഫ് മേക്കിംഗ് ക്വസ്റ്റ്യൻസ് ഈസ് ഇൻവേർഷൻ. ഈ ക്വസ്റ്റ്യൻ്റെ സബ്ബായിട്ടുള്ള ഇതാണ് കേട്ടോ ഇത്. അനദർ വേ ഓഫ് ക്വസ്റ്റ്യൻസ് ബൈ ഇൻവേർഷൻ. സോ ഇൻ ആൻ അഫർമേറ്റീവ് സെൻറ്റൻസ് ദ വെർബ് ഗോസ് ആഫ്റ്റർ ദ സബ്ജക്റ്റ്. ഇൻ അഫർമേറ്റീവ് ഓർ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റ്മെൻറ്റ് സെൻറ്റൻസസിൽ വെർബ് ഗോസ് ആഫ്റ്റർ. വെർബ് അല്ലെങ്കിൽ ക്രിയ എപ്പോഴും സബ്ജക്റ്റിന് ശേഷമേ ക്രിയ അവിടെ വരത്തുള്ളൂ എന്ന് പറയാറുണ്ട്. ദ ഓക്സിലറി വെർബ് ക്യാൻ ഗോ ബിഫോർ ദ സബ്ജക്റ്റ് ഓഫ് എ ക്ലോസ് ഇൻ സെവറൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. ഓക്സിലറി വേർബ്സ് ഉണ്ട്. ഓക്സിലറി വേർബ്സ് കൂടുതൽ ക്ലാസ്സിൽ നമ്മൾ കൂടുതൽ ഡിസ്കസ് ചെയ്യാം. ഇപ്പോൾ നമ്മൾ ഓക്സിലറി വെർബ് എന്താണെന്ന് പറയുന്നില്ല. ദ ഓക്സിലറി വെർബ് ക്യാൻ ഗോ ബിഫോർ ദ സബ്ജക്റ്റ് ഓഫ് എ ക്ലോസ് ഇൻ സെവറൽ ഡിഫറെൻറ്റ് സ്ട്രക്ചേഴ്സ്. സോ ഇത് വരുന്ന വെച്ചാൽ സെൻറ്റൻസിൻ്റെ സ്ട്രക്ചർ ഓക്സിലറി വെർബ് വരുന്ന സമയത്ത് മുൻപായിരിക്കും. നേരെ മറിച്ച് വെർബ് ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റ് അതിന് ശേഷമായിരിക്കും. വെർബ് സബ്ജക്റ്റിന് ശേഷമായിരിക്കും. നേരെ മറിച്ച് ഓക്സിലറി വെർബ് ആണെങ്കിൽ അത് അതിൻ്റെ മുൻപിലായിരിക്കും, ക്ലോസിൻ്റെ മുൻപിലായിരിക്കും എന്നാണ് പറയുന്നത്.
ദിസ് ഈസ് കോൾഡ് ഇൻവേർഷൻ. ഇത്തരത്തിലുള്ള ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻ മേക്കിങ്ങിന് ഇൻവേർഷൻ എന്നാണ് പറയുന്നത്. ഷീ ഗോസ് ചർച്ച് എവറി ഡേ. അഫിർമേറ്റീവ്. അപ്പോൾ അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആണ്. അത്തരത്തിലുള്ള സെൻറ്റൻസസിനെ അഫിർമേറ്റീവ് എന്ന് വിളിക്കുന്നു കേട്ടോ. ഷീ ഗോസ് ടു ചർച്ച് എവറി ഡേ അതൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, മറക്കണ്ട. തേർഡ് വേ ഓഫ് മേക്കിംഗ് ക്വസ്റ്റ്യൻ ഈസ് ബൈ യൂസിങ് എ ക്വസ്റ്റ്യൻ ടാഗ്. ക്വസ്റ്റ്യൻ ടാഗ് യൂസ് ചെയ്തിട്ട് നമ്മൾ ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന രീതിയാണ്. ദേ ആർ കോൾഡ് ടാഗ് ക്വസ്റ്റ്യൻസ്. അതിനെ ടാഗ് ക്വസ്റ്റ്യൻസ് എന്ന് വിളിക്കും. The rule to be noted here that when the statement is positive we have used a negative tag. അതായത് ഒരു സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്യുകയാണെങ്കിൽ, ഒരു സ്റ്റേറ്റ്മെൻറ്റ് അവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ, പോസിറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻ്റ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ നെഗറ്റീവ് ടാഗായിരിക്കും ഉപയോഗിക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, മാറിപ്പോകരുത്. when the statement is negative we ought to use a positive tag. when സ്റ്റേറ്റ്മെൻറ്റ് അവിടെ നെഗറ്റീവ് ആണെന്നുണ്ടെങ്കിൽ നമ്മളവിടെ പോസിറ്റീവായിട്ടുള്ള ടാഗായിരിക്കും ഉപയോഗിക്കുക. അപ്പോൾ മൂന്നാമത്തെ വേ ഓഫ് ക്വസ്റ്റ്യൻ മേക്കിംഗ് ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ മേക്കിങ്ങിൻ്റെ മൂന്നാമത്തെ. അപ്പോൾ സെക്കൻഡ് നമ്മൾ ഇൻവേർഷൻ പറഞ്ഞു. തേർഡ് വേ പറഞ്ഞത് ടാഗ് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടാണ്. അപ്പോൾ ഹി കെയിംസ് ഹിയർ എവറി ഡേ. അപ്പോൾ നമ്മൾ ചോദിക്കാനാണ് ഡസൻ ഹി എന്ന് ചോദിക്കുന്നത് ഒരു പോസിറ്റീവ് കാര്യത്തിനെ നെഗറ്റീവ് ആക്കിയിട്ടാണ് പറയുന്നത്. ഡസൻ ഹി എന്നുള്ള യൂസേജ് ടാഗ് കൊണ്ട് ഉപയോഗിക്കുന്നത് ഇവിടെ. ഇനി അടുത്തത് ഹി ഡസ് നോട്ട് കെയിം ഹിയർ എവറി ഡേ. അപ്പോൾ ഇവിടെ നെഗറ്റീവായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റിനെ പോസിറ്റീവായിട്ടുള്ള ടാഗാണ് ഉപയോഗിച്ചിട്ടുള്ളത്. പോസിറ്റീവായിട്ടുള്ള ടാഗാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡസ് ഹി എന്നുള്ള ടാഗ് യൂസ് ചെയ്തിട്ട്. ഹീ ഈസ് യുവർ ഫ്രണ്ട്. ഈസ് ഇൻ ഹി. അപ്പോൾ അത് പോസിറ്റീവ് ടാഗിനെ പോസിറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ നെഗറ്റീവ് ടാഗാക്കിയിരിക്കുകയാണ്. ഇനി ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻറ്റിനെ എങ്ങനെ പോസിറ്റീവ് ടാഗാക്കി യൂസ് ചെയ്യുന്നത് നോക്കാം. ഹീ ഈസ് നോട്ട് യുവർ ഫ്രണ്ട്. ഈസ് ഹി എന്ന് ചോദിക്കുന്നു. അപ്പോൾ ഇന്ന് ഇത്രയും നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ടൈപ്സ് ഓഫ് സെൻറ്റൻസും അതെങ്ങനെയൊക്കെ സെൻറ്റൻസസ് മേക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞത്. സോ എല്ലാവർക്കും മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ യു ക്യാൻ ആസ്ക് മീ ആൻഡ് ക്ലിയർ ഇറ്റ്. ഓക്കെ.